ദിവസങ്ങളായിട്ട് പോലും അവർക്ക് ഇതുവരെയായിട്ട് ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ വെക്കാൻ പറ്റിയിട്ടില്ല. കൗൺസിലറും കൂടി ഇതിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. കരാറുകാരനെതിരെയും മുനിസിപ്പൽ ചെയർമാനെതിരെയും ഇത് കൊടുത്ത എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ആളുകൾക്കെതിരെയും ഞങ്ങൾ ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മുട്ടുങ്ങലിലെ പുളിക്കൽച്ചിറ പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ്. ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ പ്രദേശത്തെ 40ഓളം കുടുംബങ്ങൾ ആശുപത്രികൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഈ റോഡ് അപകട ഭീഷണിയിലാണെന്ന് കാണിച്ച് നഗരസഭാ അധികൃതർ ഒരു സൂചനാ ബോർഡ് പോലും വെക്കാൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ 2ാം ഘട്ട തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചിലവിൽ 2021 പുളിക്കൽച്ചിറ പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. പെരിന്തൽമണ്ണ നഗരത്തെയും നഗരസഭയുടെ 32ാം വാർഡിലെ മുട്ടുങ്ങൽ പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് 4 മാസത്തോളമായി പ്രദേശവാസികൾക്ക് തുറന്നു നൽകിയിട്ട്. ആശുപത്രികളിലേക്കും മറ്റാവശ്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായിരുന്ന ഈ പാത ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. പാതയോട് ചേർന്ന തോടിന്റെ പാർശ്വഭിത്തിയും റോഡും തകർന്ന നിലയിലായിട്ട് ദിവസങ്ങളായി. എന്നാൽ ഇതിന് പരിഹാരം കാണാനോ റോഡ് അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് ഒരു സൂചനാ ബോർഡ് സ്ഥാപിക്കാനോ നഗരസഭാ അധികൃതർ തയ്യാറായിട്ടില്ല. തോടിന്റെ പാർശ്വഭിത്തി പുനർനിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം നൽകുമെന്നും കോൺഗ്രസ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനൊരു അടിയന്തര പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ് മഴക്കാലം കഴിയാതെ ഇനി അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഇന്നത്തെ സ്ഥിതിയിൽ ആ റോഡിൻ്റെ അതിൽ വന്നാൽ ഏത് വാഹനമാണ് ആ തോട്ടിലേക്ക് മറിയുക എന്നുള്ള രീതിയിലാണ് റോഡുകൾ നിൽക്കുന്നത്. അതിനെതിരെ അല്ലെങ്കിൽ അവിടെ ഒരു സൈൻ ബോർഡ് പോലും വെക്കാൻ ഈ മുനിസിപ്പാലിറ്റി കൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ നല്ലൊരു പ്രക്ഷോഭം തന്നെ ഇവിടുത്തെ നാട്ടുകാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത് കരാറെടുത്ത അയാൾക്കെതിരെ ഞങ്ങളൊരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹർജി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരാറുകാരനെതിരെയും മുനിസിപ്പൽ ചെയർമാനെതിരെയും ഇത് കൊടുത്ത എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ആളുകൾക്കെതിരെയും ഞങ്ങൾ ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിന് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ ഒപ്പ് ശേഖരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വെള്ളമാണ് പുളിക്കൽച്ചിറ തോട്ടിലൂടെ ഒഴുകുന്നത്. ഏകദേശം 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മുട്ടുങ്ങൽ പ്രദേശത്തേക്ക് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും തകർന്നു കിടക്കുന്ന ഈ തോടിനോട് ചേർന്നുള്ള റോഡും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വഴികളെ ആശ്രയിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് പ്രദേശവാസികൾ നഗരത്തിലേക്ക് എത്തുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു ഏരിയയാണ് ഇത് തന്നെ. അപ്പോൾ വണ്ടികളായാലും ഇതുകൂടെ ചില വണ്ടികൾ ഇപ്പോൾ പോവാറില്ല. വേറെ വഴി കൂടെയാണ് ഇപ്പോൾ അധികം ആൾക്കാർ പോകുന്നത്. പേടിച്ചിട്ട് ഇപ്പോൾ ഇതിനെ ആരും പോകുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ ഇടിഞ്ഞ് താഴേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാവാം ദിവസങ്ങളായിട്ട് പോലും അവർക്ക് ഇതുവരെയായിട്ട് ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ വെക്കാൻ പറ്റിയിട്ടില്ല. കൗൺസിലറും കൂടി ഇതിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഒരു നഗരത്തിലെ പ്രധാന പാത ഇത്തരത്തിൽ തകർന്നു കിടന്നിട്ടും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാതെ അലംഭാവം കാണിക്കുകയാണ് നഗരസഭാ അധികൃതർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജാം ജൂമിൽ നിന്ന് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ. മെഗാ സമ്മാനമായി സ്വിഫ്റ്റ് കാർ നേടൂ. കൂടാതെ 5 ഹോണ്ട ആക്ടിവ, 10 TV, 5 വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റൗ, മിക്സി, കുക്കർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങൾ. ഇനി ഷോപ്പിംഗിനൊപ്പം സമ്മാന വർഷം. മലബാറിന്റെ തലപ്പത്ത് ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് സെലിബ്രേറ്റിംഗ് 10 years of success. ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ്, കാലിക്കറ്റ്, മലപ്പുറം, പെരിന്തൽമണ്ണ, കൽപ്പറ്റ, നിലമ്പൂർ.